നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐ എം ശ്രീരഞ്ജിനി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇവിടെ എന്താണാവോ കാര്യമുണ്ട്. നിങ്ങളാണോ സത്യഭാമ? അതെ. സാധാരണ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോ പോലീസ് ഓഫീസർമാർ അവിടുത്തെ പ്രധാന ദിവ്യന്മാരെയും ദിവ്യകളെയും പരിചയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാ നമുക്ക് ഇതുവരെ പരിചയപ്പെടാൻ സാധിക്കാതിരുന്നത്. ശ്രീരഞ്ജിനി മാഡം കാടും പടലും തല്ലാതെ നേരെ കാര്യത്തിലേക്ക് വരണം. ആയിക്കോട്ടെ. സത്യഭാമ ഇവിടെ ഒരു മുതല് സൂക്ഷിക്കുന്നില്ലേ? അത് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്തു മുതല്? രഞ്ജിനി ചേച്ചി, പിടിവിടടി, ഞാൻ യൂണിഫോമിലാ. അറിഞ്ഞില്ലേ വിശേഷം? പിന്നെ ദേ ഈ മുതലിന്റെ കാര്യാ ഞാൻ ഉദ്ദേശിച്ചത്. ആഹാ, വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നോ? സിവിൽ സർവീസ് എഴുതിയെന്ന് അറിഞ്ഞപ്പോ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. അറിഞ്ഞപ്പോഴേ നേരെ ഇങ്ങെത്തി. അപ്പോഴേ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായ എന്റെ പൊന്നു ശാലിനി മോൾക്ക് നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ. ദേ, നാളെ ഞാൻ സല്യൂട്ട് ചെയ്യേണ്ട ആളായി നിൽക്കുന്നെ. ഒന്ന് പോ ചേച്ചി, ഇന്റർവ്യൂ ഒക്കെ ബാക്കി കിടക്കുക. പൊന്നുമോളെ, എനിക്ക് പാസ്സാകാൻ കഴിയുന്ന ഇന്റർവ്യൂ നീ പുല്ല് പോലെ പാസ്സാവും. പിടിച്ചടക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. നിനക്കതുണ്ട്, അതിനനുസരിച്ചുള്ള കഴിവും. സത്യം പറഞ്ഞ IAS എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകിയത് കുറുപ്പ് സാറാ. അച്ഛാ, നമ്മുടെ കുറുപ്പ് സാറിന്റെ അനന്തരവള രഞ്ജിനി ചേച്ചി. ആഹാ, അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പരിചയല്ലേ? രഞ്ജിനി ചേച്ചി മിക്കവാറും വരാറുണ്ട് കുടുംബശ്രീയില്. കുടുംബശ്രീക്കിന് എന്ത് പേടിക്കാനാ? എടവും വലവും നിൽക്കുകയല്ലേ ഒരു IAS-ഉം ഒരു IPS-ഉം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചേച്ചി? ഓ വേണ്ട മോളെ, ഒരു റെയ്ഡിന്റെ തിരക്കില. ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. സത്യഭാമയ്ക്കും കുറച്ച് പണമിടപാടൊക്കെ ഉണ്ടെന്ന് അറിയാം. കഴുത്തറക്കുന്ന കൊള്ളപ്പലിശ അല്ലാത്തതുകൊണ്ടാ റെയ്ഡിന്റെ പട്ടികയെന്ന് ഞാൻ ആ പേരങ്ങ് വെട്ടിയത്. മാത്രമല്ല, നാളെ ഇവൾ എന്റെ മുകളിൽ വരുമ്പോ ആ പക ഉള്ളിൽ സൂക്ഷിച്ച് എന്നേട്ട് വട്ടുതട്ടിയാലോന്നൊരു പേടിയുണ്ട്. ഒന്ന് പോയേച്ചി. ആ, എന്തായാലും ഞാൻ ഇറങ്ങാം. അപ്പൊ കാണാം. നന്നായി വരും മോളെ. ഒരു നാടിന്റെ മുഴുവൻ സ്വപ്ന നിന്നിലൂടെ സാക്ഷാത്കരിക്കുന്നത്. നീ ഇവിടെ ഇരിക്കേ. DNA ടെസ്റ്റിന്റെ റിസൾട്ട് നാളെ വരും. അടുത്തിടവഴികളൊക്കെ അത് കഴിഞ്ഞു മതി. ആഹാ, അപ്പോ അമ്മ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോ? അല്ല, അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ സമ്മാനിക്കുന്നതിന് പ്രീതിക്കൊരു സ്വീകരണം കൊടുക്കട്ടെ. ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം കൊടുക്കേണ്ടത് മധുര പലഹാരമാണോ അതോ ചൂലാണോന്ന്. നീ പോയി നോക്കടി ആരാന്ന്. ശാലിനി, ശാലിനി,
അകത്തേക്ക് വാ ശാലിനി. നിക്ക്. നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ആന്റി അത് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നവരെ ഇങ്ങോട്ടാരും വരരുതെന്ന് പറഞ്ഞിരുന്നല്ലേ ഞാൻ? ആന്റി അത് ആ ഉപാധിയില ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിച്ചെന്ന് നിനക്കറിയാലോ. എന്നിട്ടിപ്പോ ജാഥ പോലെ ഇങ്ങോട്ട് ആൾക്കാര്. വസുമതിയുടെ വാക്കിന് പുല്ലുവില അല്ലേടി? അതുകൊണ്ടല്ല ആന്റി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കൊണ്ടാ. എന്താ? സത്യഭാമയുടെ വീട്ടിൽ ആരെങ്കിലും ചത്തോ? അമ്മേ, ഇട വാക്കിന് വിലയുണ്ടാവണോടാ. വാക്കാണ് ദൈവമെന്ന് വെറുതെ പറഞ്ഞു നടന്നാ പോരാ. ശാലിനി, കാര്യം പറ. പ്രീതിയുടെ സീമന്തം നടത്തണമെന്നുണ്ട്. പ്രീതി അതിന് കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്. ആന്റിയുടെ ഉപാധികളൊക്കെ അറിയാം. ആന്റിയുടെ വാക്കിന് വില കൽപ്പിക്കാത്തതും അല്ല. മകൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരമ്മയുടെ ആഗ്രഹമാണ്. നിരസിച്ചു കളയരുത്. സത്യഭാമയ്ക്ക് സന്തോഷിക്കണം അല്ലേ? ആന്റി, ശാലിനി, പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. ആന്റി പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.